അർത്ഥാന്തരന്യാസ അലങ്കാര. ഉക്തിരർത്ഥാന്തരന്യാസ സ്യാത് സാമാന്യ വിശേഷയോ എന്ന് ലക്ഷണം. ഏത് കാവ്യത്തിലാണോ സാമാന്യവും വിശേഷവുമായ രണ്ടു പ്രസ്താവനകൾ പറയുന്നത് അവിടെ അർത്ഥാന്തരന്യാസ അലങ്കാരം. ഇത് രണ്ടു വിധത്തിലുണ്ട്. ഒന്നാമത്തെയാണ് സാമാന്യേന വിശേഷ സമർത്ഥന രൂപം, അതായത് സാമാന്യം കൊണ്ട് വിശേഷത്തെ സമർത്ഥിക്കുക. രണ്ടാമത്തെയാണ് വിശേഷേണ സാമാന്യ സമർത്ഥന രൂപം, വിശേഷം കൊണ്ട് സാമാന്യത്തെ സമർത്ഥിക്കുന്നത്. സാമാന്യേന വിശേഷ സമർത്ഥന രൂപസ്യ അർത്ഥാന്തരന്യാസസ്യ ഉദാഹരണമാണ് ഹനുമാൻ അബ്ധിം അദരത് ദുഷ്കരം കിം മഹാത്മനാം. ഹനുമാൻ അബ്ധിം അദരത് മഹാത്മനാം ദുഷ്കരം കിം. ഹനുമാൻ സമുദ്രത്തെ തരണം ചെയ്തു. മഹാന്മാർക്ക് ദുഷ്കരമായിട്ടുള്ളതെന്താണ്? ഇതിൽ ആദ്യത്തെ വാചകം വിശേഷ പ്രസ്താവനയും രണ്ടാമത്തെ വാചകം സാമാന്യ പ്രസ്താവനയുമാണ്. ഈ ഉദാഹരണത്തിൽ ഹനുമാൻ സമുദ്രം തരണം ചെയ്തു എന്ന വിശേഷ പ്രസ്താവനയെ മഹാന്മാർക്ക് ദുഷ്കരമായിട്ടുള്ളത് എന്താണ് എന്ന സാമാന്യ പ്രസ്താവന കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നതിനാൽ സാമാന്യം കൊണ്ട് വിശേഷത്തെ സമർത്ഥിക്കുന്ന അർത്ഥാന്തരന്യാസത്തിന് ഉദാഹരണമായിത്തീരുന്നു. അടുത്തതാണ് വിശേഷേണ സാമാന്യ സമർത്ഥന രൂപസ്യ അർത്ഥാന്തരന്യാസസ്യ ഉദാഹരണം. അതായത് രണ്ടാമത്തെ വിശേഷം കൊണ്ട് സാമാന്യത്തെ സമർത്ഥിക്കുന്നതിന് ഉദാഹരണം എന്താണ്? ഗുണവത് വസ്തു സംസർഗാദ്യാദി സ്വൽപ്പോബി ഗൗരവം. എന്താണ്? വിശേഷേണ സാമാന്യ സമർത്ഥനരൂപസ്യ അർത്ഥാന്തരന്യാസസ്യ ഉദാഹരണം എന്താണ്? ഗുണവത് വസ്തു സംസർഗാദ്യാദി സ്വൽപ്പോബി ഗൗരവം. പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യതേ. ഗുണവത് വസ്തു സംസർഗാത് സ്വൽപഃ അഭി ഗൗരവം യാതി. പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യതേ. ഗുണമുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കത്താൽ നിസ്സാരമായ വസ്തുക്കൾക്ക് പോലും ഗൗരവമായ സ്ഥാനം ലഭിക്കുന്നു. പുഷ്പവുമായുള്ള സമ്പർക്കം കൊണ്ട് നൂലിനു പോലും ശിരസിൽ സ്ഥാനം ലഭിക്കുന്നു. ഇവിടെ നിസ്സാര വസ്തുവായ നൂലിനു പോലും പൂക്കളുമായുള്ള സമ്പർക്കത്താൽ ശിരസിൽ ധരിക്കുക എന്ന ഗൗരവമായ സ്ഥാനം ലഭിക്കുന്നു. ഈ ഉദാഹരണത്തിൽ ആദ്യത്തെ പ്രസ്താവന സാമാന്യവും രണ്ടാമത്തെ പ്രസ്താവന വിശേഷവുമാണ്. ഇവിടെ സാമാന്യത്തെ വിശേഷം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നതിനാൽ വിശേഷേണ സാമാന്യ സമർത്ഥന രൂപം അർത്ഥാന്തരന്യാസം. ഓക്കെ.